നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അല്ല, എന്തോ അമ്മേ, ആശുപത്രി പോയിട്ട് എന്താ പെട്ടെന്ന് മടങ്ങിയത്? മുത്തശ്ശിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഗ്യാസ് ആയിരിക്കും ഡോക്ടർ പറഞ്ഞു. അതിന്റെ ഗുളികയും തന്നു വിട്ടു. ഓ, ഞാനങ്ങ് പേടിച്ചു പോയി. നീ എന്തിനാ പേടിക്കുന്നത്? വയസ്സായ അങ്ങനെ പല അസുഖങ്ങളും വരും. ചിലപ്പോ മരിച്ചു പോയിന്നും വരും. അതിനിങ്ങനെ പേടിക്കാൻ നിന്നാൽ എങ്ങനെയാ? എന്റെ കൈയും കാലും തളർന്നു പോയി അമ്മേ. അതാ ഞാൻ കൂടെ വരാതിരുന്നത്. എന്നെ വിളിച്ച് വരുത്തുമായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴാ നിങ്ങൾ വന്നു. മോളെ, വർത്താനൊക്കെ പിന്നെ പറയാം. ഇറങ്ങാൻ നോക്ക്. 10 മണിക്ക് മുമ്പ് RDOയുടെ മുമ്പിൽ എത്തേണ്ടതാ. ആദ്യ ദിവസം തന്നെ വൈകി എത്തിയാ അതൊന്നും നല്ലതല്ല. അത് ശരിയാ, അതൊരു ഐശ്വര്യക്കേടാ. വേണമെങ്കിൽ ഞാൻ വണ്ടി എടുക്കാം, ഞാൻ കൊണ്ടാക്കാം. വേണ്ട, ഞാൻ പോയിക്കോളാം. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അച്ഛാ, ഞാൻ ഇറങ്ങാം. അമ്മേ, അവർക്കൊരു സംശയം തോന്നിയില്ലല്ലോ അല്ലേ അമ്മേ? എവിടുന്ന്? എന്റെ പേടി എന്തായിരുന്നെന്ന് അറിയാവോ? ഹാർട്ട് അറ്റാക്ക് ആണെന്ന് കരുതി അവര് വല്ല ഓപ്പറേഷൻ ചെയ്യുമെന്നായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിലേ മുത്തശ്ശി പെട്ടേനെ. എന്റെ കൂടെ ദൈവമുണ്ട്. അല്ല മോനെ, എന്റെ റോള് ഞാൻ ഭംഗിയായിട്ട് ചെയ്തു. നിങ്ങളുടെ റോളോ? അതും ഭംഗിയായോ? അതും ഭംഗിയാക്കിയിട്ടുണ്ട്. എടുത്ത സർട്ടിഫിക്കറ്റ് തിരിച്ചു കൊണ്ടുവച്ചു. ഇനി ആർക്കും ഒരു സംശയം തോന്നത്തില്ല. അപ്പൊ അവക്ക് ജോലി കിട്ടില്ലല്ലേ? കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ പണികളും ഒപ്പിച്ചിട്ടുണ്ട്. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യില് അല്ലേ മേ? അതെ. ദൈവം നമ്മുടെ കൂടെ നിൽക്കോ അതോ അവരുടെ കൂടെ നിൽക്കോ, അത് മാത്രമേ ഇനി അറിയാനുള്ളൂ. കേസ് മിക്കവാറും മാറ്റിവെക്കാനാ സാധ്യത. തങ്കച്ചിയുടെ വക്കീല് ഹാജരാവാൻ സാധ്യതയില്ല. തങ്കച്ചിയുടെ വക്കീലെന്ന് പറയുമ്പോൾ സിദ്ധുവിന്റെ ഭാര്യയല്ലേ ചന്ദ്ര? അതെ, അതുകൊണ്ടാണ് വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞത്. പ്രതിഭാഗം ഹാജരായില്ലെങ്കിൽ കേസ് നമുക്ക് അനുകൂലമായി വിധിക്കില്ലേ വക്കീലെ? ഒരു ദിവസം ഹാജരായില്ലെന്ന് വെച്ച് അങ്ങനെ ചെയ്യില്ല. തുടരെ തുടരെ ഹാജരായില്ലെങ്കിൽ മാത്രമേ എക്സ് പാർട്ടി ആയിട്ട് വിധി വരത്തുള്ളൂ. വേറെ ഏതെങ്കിലും വക്കീലിനെ വെച്ച് അവധിക്ക് അപേക്ഷ കൊടുക്കാനാണ് സാധ്യത. അടുത്ത തവണ തൊട്ട് അവരുടെ തന്നെ വക്കീലായിരിക്കും ഹാജരാവുക. അത് പക്ഷേ ഒരിക്കലും ചന്ദ്രലേഖ ആയിരിക്കില്ലെന്ന് മാത്രം. ഞാനൊരു വിൽപ്പത്രം എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്ന് മാറ്റി എഴുതാലൊന്ന് ആലോചിക്കുക. ശ്രുതിമോളുടെ പേരിലാണ് എല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. അത് അവളുടെ പേരിൽ നിന്ന് മാറ്റണം. അതിപ്പോ എന്തിനാ മാറ്റുന്നത്? അങ്ങനെ ഒരു തോന്നൽ. വക്കീൽ തന്നെ മുൻകൈയെടുത്ത് എനിക്കൊരു പുതിയ വിൽപ്പത്രം എഴുതണം. എൻ്റെ സ്വത്തുക്കൾ എൻ്റെ കാലശേഷം ആർക്ക് ചെന്ന് ചേരണമെന്ന് ഞാൻ പറയാം. സാറ് പറയുന്നത് തങ്കച്ചി അറ്റാച്ച് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടി അല്ലേ? അതെ, അതുകൊണ്ട് അത് അറ്റാച്ച്മെന്റിൽ കിടക്കുമ്പോൾ വിൽപത്രം എഴുതാതിരിക്കുന്നതല്ലേ നല്ലത്?
നിയമത്തിന്റെ കണ്ണിൽ കൂടി നോക്കുമ്പോൾ അതിപ്പോ സ്വന്തം പേരിലല്ലല്ലോ. അപ്പോ ആ വസ്തു സ്വന്തം പേരിൽ വരുമ്പോ അന്നേ വിൽപ്പത്രം എഴുതേണ്ടതുള്ളൂ. എന്റെ കൈവശത്തിലും കരന്തീരുവയിലും ഇരിക്കുന്ന ഇന്ന വസ്തുക്കൾ, അങ്ങനെയാ വിൽപ്പത്രത്തില് നമ്മൾ സാധാരണ പറയാ. കേസ് കഴിയട്ടെ, നമുക്ക് പുതിയ വിൽപ്പത്രം എഴുതാം. കേസ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ചെയ്യുന്നെങ്കിൽ അതിന് മുൻപേ ചെയ്യണം. ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവാൻ ചാൻസ് ഒന്നുമില്ല. എങ്കിൽ വേണ്ട, എന്തിനാ വെറുതെ സമയം മെനക്കെടുത്തുന്നു. എന്നാ പിന്നെ കോടതിയിലേക്ക് കയറിയാലോ? അവളെന്നെ പറ്റിച്ചല്ലേ? ഇത് ചതിയാ. ചന്ദ്രലേഖ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇങ്ങനെ നടക്കുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല മാഡം. അതിനുള്ള മരുന്നൊക്കെ എന്റെ കയ്യിലുണ്ട്. എനിക്കറിയാം എന്ത് വേണോന്ന്. എവിടെയോ തന്റെ മാഡം? ഒരു പിടിയുമില്ല മാഡം. വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. പക്ഷെ പേടിക്കണ്ട, കേസ് മാറ്റി വെച്ചിട്ടുണ്ട്. അപകടം മനസ്സിലായപ്പോ ഞാൻ തന്നെ ബെഞ്ച് ക്ലർക്കിനെ സ്വാധീനിച്ച് അങ്ങനെ ചെയ്തു മാഡം. തന്റെ മാഡത്തിനെ ഞാൻ ശരിക്കൊന്ന് കാണുന്നുണ്ട്. പോയിട്ട് വരട്ടെ. നല്ലൊരു ഔദ്യോഗിക ജീവിതം ഉണ്ടാവട്ടെ. ഏട്ടനോട് പറഞ്ഞില്ലേ? ഓ പറഞ്ഞു. എന്നാ നമുക്ക് ഇറങ്ങാൻ മോളെ. വഴി ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമാണ്. അച്ഛാ, അതെ, എനിക്കൊരു സംശയം. ഉം. അല്ല, മുത്തശ്ശിക്ക് ശരിക്കും നെഞ്ചുവേദന ഉണ്ടായിരുന്നോ? വേദന ഇല്ലെങ്കിൽ കിടന്ന് കരയുമോ മോളെ? അല്ല, അതൊരു അഭിനയമായിട്ടാ എനിക്ക് തോന്നിയത്. അതിൻ്റെ ഒരു സംശയം മാത്രമായിരിക്കും. അവരെന്തെങ്കിലും ഒപ്പിക്കുന്നുണ്ടാവോ അച്ഛാ? എന്തൊപ്പിക്കാനാ മോളെ? അല്ല, ഈ ജോലി ഏട്ടത്തിക്ക് കിട്ടരുതെന്നാണല്ലോ അവരുടെ ആഗ്രഹം. അതും നെഞ്ചുവേദനയും തമ്മിൽ എന്താ ബന്ധം? അങ്ങനെയൊന്നും ചെയ്യാൻ അവരെ കൊണ്ട് പറ്റത്തില്ല മോളെ. നമുക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ വരെ കിട്ടിക്കഴിഞ്ഞില്ലേ? ഇനി എന്ത് തടസ്സം വരാനാ? എന്ന് ചോദിച്ചാ അതിപ്പോ പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല. എന്റെ മോളെ, ഐശ്വര്യമായിട്ട് ജോലിക്ക് ഇറങ്ങുമ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് തളത്തല്ലേ? അച്ഛാ, നിത്യ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നു. നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. മോളെ, ആ ഫയലിലെ ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ടോ നോക്കിയേ, ഒന്ന് ചെക്ക് ചെയ്യേ.